തിരുവനന്തപുരത്തിൻ്റെ ഒരു ആവേശം എങ്ങനെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നൗഫൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ബിഗ് സ്ക്രീനുകളിൽ ഫൈനൽ മത്സരത്തിൻ്റെ ആവേശം എല്ലാവരും ഒത്തുചേർന്നിരുന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. സ്ഥിരമായി ഈ ലോകകപ്പ് കാലത്ത് തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അതുണ്ടായിരുന്നു. ഫൈനലാകുമ്പോൾ അത് കുറെ കൂടി കൂടും എന്നുള്ളതാണ്. നൗഫൽ പറയട്ടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. നൗഫൽ എവിടെയാണ് നൗഫൽ ഇപ്പോൾ ഉള്ളത്? തിരുവനന്തപുരത്തിൻ്റെ വിശേഷങ്ങൾ പറയൂ. ശരത്ത്, അത് തന്നെയാണ് ലോകകപ്പിന്റെ ആവേശം അതിന്റെ ഫൈനൽ ദിവസത്തിലേക്ക് എത്തുന്നു. തിരുവനന്തപുരം നാം ഉള്ളത് ലോ കോളേജ് ജംഗ്ഷൻ ബാർട്ടൺ ഹില്ലിലാണ്. തിരുവനന്തപുരത്തിന്റെ വിവിധ ഇടങ്ങളിൽ അഥവാ അപ്പുറത്ത് വഞ്ചിയൂർ ജംഗ്ഷനിലും ലുലു മാളിന്റെ പരിസരത്തും അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് കുന്നുകുഴിയിലുമെല്ലാം വലിയ ആവേശത്തിലാണ് ആരാധകർ ദിവസത്തെ കാണുന്നത്. അല്ലെങ്കിൽ ഏറെയും അർജന്റീന ആരാധകരാണ് നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. സ്പാനിഷ് ആരാധകർ കുറവാണ്. ബാഴ്സലോണയുടെയൊക്കെ ജേഴ്സി ഇട്ടുകൊണ്ട് അവിടെയും ഇവിടെ വിദ്യാർത്ഥികളാണ് ഏറെയും. വേറെ നേരം എന്തോന്ന് ജയിക്കും, 2 അല്ല 3 കപ്പ് എടുക്കും അത് പറയുന്നത് ആവേശത്തിലാണ്. കുഞ്ഞ് ആരാധകർ അത് തന്നെയാണ്. നീ എന്നാ ജയിക്കുമായിരിക്കും. അതെ സ്പെയിൻ തന്നെ. ശരത്ത്, നമുക്കിവിടെ ഒരു സ്പാനിഷ് ആരാധകർ എന്തായാലും ഒറ്റപ്പെട്ട ഒരാളെ നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് നമ്മളെ കളി വരുന്നത് നമ്മളെ ടീം ടാക്ടിക്സിലാണ്. അതിൽ നമ്മൾ ജയിക്കും, സ്പെയിൻ ജയിക്കും. എന്ത് കാരണവശാലും ഇവരിപ്പോൾ ആള് കൂടുതൽ അർജന്റീന ആയിരിക്കും. പിന്നെ സ്പെയിൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ കളിയിൽ ജയിക്കും. അത് മതി. കോൺഫിഡൻസ് ആണ്. അർജന്റീന കരുത്തരാണ്. ഒബ്വിയസ്ലി കരുത്തരാണ്. പക്ഷെ നമ്മളെ ടീമിലും നമ്മളെ കോച്ചിലും നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ കളി ജയിക്കും. ഈ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെയും ഇല്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും നമ്മളെ ടീം. അവൻ ബ്രസീൽ ഫാനാ. അവൻ ഓരോ കളി കഴിയുമ്പോൾ അർജന്റീനയ്ക്കെതിരെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ പറയുന്നത്. ശരത്ത്, നമുക്ക് കാണാം ഈ അർജന്റീന വിരുദ്ധ ചേരി എല്ലാം കൂടി ഒരിടത്ത് ചേരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന ഒരാൾ സ്പെയിനിന്റെ ജേഴ്സി അണിഞ്ഞ് അല്ലെങ്കിൽ സ്പെയിൻ ആരാധകനായിട്ട് ഇവിടെയുള്ളത്. അത് തന്നെയാണ്. അതായത് പറയുന്ന മെസ്സി അദ്ദേഹത്തിന്റെ ലോകകപ്പ് കരിയർ അവസാനിപ്പിക്കാൻ പോകുന്നു. അത് വീണ്ടും ഒരു കിരീടധാരണത്തോടു കൂടിയാണെന്ന് അർജന്റീന ഫാൻസ് അതിയായി ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ആധികാരികമായി തന്നെയാണ് എല്ലാ മത്സരങ്ങളും അർജന്റീന വിജയിച്ച് വന്നത്. ഇവിടെയും കടുത്ത എന്തായാലും ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഇവിടെ നേരിടുന്നുണ്ട് അർജന്റീന ആരാധകർ. പിന്നെന്താ, തീർച്ചയായിട്ടും ചേട്ടാ, അടിപൊളി കളിയാണ് അർജന്റീന കളിക്കാൻ പോകുന്നത്. കാരണം കേപ്പ വെറുതെയോട് അർജന്റീന സൂപ്പർ കളി കളിച്ച് ആ ഒരു ഗോൾ പോലും വഴങ്ങാത്ത കേപ്പ വെറുതെ പൊട്ടിക്കണമെങ്കിൽ ബിക്കോസ് ഈ ടീമിനെ സ്പെയിൻ അടിച്ചിരിക്കും. 4-1 അർജന്റീന ജയിച്ചിരിക്കും. അതിൽ 2 ഗോൾ മെസ്സി ഇടും, ബാക്കി അസിസ്റ്റ്, 2 അസിസ്റ്റ്. സ്പെയിൻ ഏറ്റവും വേഗതയേറിയ കളി അവര് പുറത്തെടുത്തുള്ളൂ. ഇതിനു മുമ്പുള്ള ഫ്രാൻസ് പുറത്തെടുത്ത്, ഈജിപ്റ്റ് പുറത്തെടുത്ത്, കേപ്പ വെറുതെ പുറത്തെടുത്ത്, എല്ലാ ടീമും പുറത്തെടുത്ത് അർജന്റീന ജയിച്ചിരിക്കും. കാരണം അത്രമാത്രം മെസ്സിയെ ഞങ്ങള് വിശ്വാസമാണ്. മെസ്സി ജയിപ്പിച്ചിരിക്കും കളി. ഗോൾഡൻ ബൂട്ട് നേടുമോ? അത് പറയാൻ പറ്റൂല. കാരണം ഗോൾഡൻ ബൂട്ട് അത് പറയാൻ പറ്റൂല. ശരത്ത്, അതാണ് എംബാപ്പെ എന്തായാലും ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടി ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ആളായി ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം അതാണ്. മെസ്സി ഗോൾഡൻ ബൂട്ട് നേടി ഇത്തവണ ലോകകപ്പിന്റെ അവസാനം അങ്ങനെ കൂടി ഒരു പടയോളം ആരാധകർ ഇവിടെ എന്തായാലും ഉണ്ട്. ശരി നൗഫൽ.